ഇന്ന് നമുക്ക് കുറച്ച് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് 2 കിലോ ബീഫ് ചെറുതായിട്ട് അരിഞ്ഞ് നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്ത് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, 2 സ്പൂൺ വിനാഗിരി, 2 സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് തിരുമ്മി വെള്ളമൂറിയ ബീഫാണ്. എന്നിട്ട് ഇത് 2 വിസിലടുപ്പിക്കുക. അതിനുശേഷം ഇത് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. അങ്ങനെ 2 വിസിലടിച്ചതിന് ശേഷം കുക്കർ തുറന്നു. ഇതാണ് ആ ഒരവസ്ഥ. ഇതിൽ നിന്ന് ഞാൻ ഹാഫ് ബീഫ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നല്ല കുരുമുളക് പൊടി തേങ്ങക്കൊത്തൊക്കെ ഇട്ട് നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. ഈ ചാറുള്ള ബീഫ് നമുക്ക് റോസ്റ്റ് ചെയ്യാം, ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. ആ ബീഫ് റോസ്റ്റിൻ്റെ കൂടെ നമുക്ക് ഇന്ന് പൂരിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് പൂരി ഉണ്ടാക്കുന്നത്. അതാണ് ഈ പൂരി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാഞ്ഞത്. അടുത്ത പ്രാവശ്യം പൂരി ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാം. പക്ഷേ ആദ്യമായതുകൊണ്ട് ഇത് എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഈ പൂരി ഉണ്ടാക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് എനിക്കൊരു പൂരി മേക്കർ കൊണ്ടുതന്നത് കുമരകംകാരൻ സിജി കുരുവിളിയാണ്. താങ്ക്സ് സിജി. അപ്പോൾ ഇനി നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞു, ഒരു തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞു, 6 വെളുത്തുള്ളി ചതച്ചെടുത്തു, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചതച്ച് ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്ക് ഇനി പൊടികൾ ചേർക്കാം. ഇനി നമ്മൾ ഈ ഉള്ളി വഴറ്റിയതിനകത്ത് എന്തൊക്കെ പൊടികൾ ചേർക്കാമെന്ന് നോക്കാം. പൊടികൾ ചേർത്തിരിക്കുന്ന അവസ്ഥയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ. പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് ഗരം മസാലയ്ക്ക് പകരം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, 1 സ്പൂൺ ബിരിയാണി മസാല ചേർക്കുക. കാരണം സ്ഥിരം ഈ ഗരം മസാലയാണല്ലോ ചേർക്കുന്നത്. അതിന് പകരം ബിരിയാണി മസാല ചേർക്കുക. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു, അണ്ണാ നിങ്ങൾ ഈ മുളക് പൊടി ഇടൂല എന്ന് പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ മുളക് പൊടി ഇട്ടൊന്ന് കാണിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒരു 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റുക. അതായത് ഒരു പച്ചമണം മാറിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കണ ബീഫ് എടുത്ത് ഇങ്ങോട്ട് അങ്ങ് ഒഴിക്കുക. അങ്ങ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇത് നല്ലോണം ഇനി അങ്ങ് വഴറ്റണം. വഴറ്റുമല്ല, നല്ലോണം ഒരു പെരളൻ രീതിയിൽ ആവണ വരെ ഇത് റോസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് ശേഷം നമുക്കിത് കാണാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന്. അങ്ങനെ ബീഫ് റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡിയായി. കണ്ടില്ലേ, നല്ല നെയ്യൊക്കെ മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന നല്ല ബീഫ് റോസ്റ്റ് ആണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കടുക് പൊട്ടിച്ച് താളിക്കാൻ പോവാണ്. അതിന് വേണ്ടി 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, 1 സ്പൂൺ കടുകിട്ടു, ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു, ഒരു ഇതിൽ കറിവേപ്പില. ഇനി ഇപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുക. നല്ലോണം ഒന്ന് മൂത്തതിന് ശേഷം ഇത് ഈ ബീഫ് റോസ്റ്റ് എടുത്ത് താളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൂരിയായിട്ട് ഒരു പിടി പിടിക്കാം. ഇപ്പോൾ വേറൊരു പ്രശ്നം വന്നേക്കണേന്ന് പറഞ്ഞത്, എൻ്റെ പൊണ്ടാട്ടി പെരിയൊരു ഇല്ലത്തുനിന്നുള്ള പെണ്ണാണേ, തമ്പരാട്ടിക്കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് ബീഫ് പിടിക്കാതെ. അപ്പോൾ അതിനാൽ കൊഞ്ചം പൊട്ടറ്റോ ബാജി സമയപ്പെടണം. അപ്പം ഇനി നമുക്ക് ഇതിന് ശേഷം നമുക്ക് പൊട്ടറ്റോ ബാജി ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം തമ്പരാട്ടിക്കുട്ടിക്ക് വേണ്ടി. അങ്ങനെ താളിച്ചതിന് ശേഷമുള്ള നമ്മുടെ ബീഫ് റോസ്റ്റിൻ്റെ സ്റ്റേജാണ് ഇത്. ഇത് നല്ല സൂപ്പറായിട്ടുള്ള ബീഫ് റോസ്റ്റ് ആണ്. അവിടെ നിങ്ങൾക്ക് കാണാം നല്ല ബീഫ് റോസ്റ്റിനകത്ത് മുകളിൽ കറിവേപ്പിലയൊക്കെ നല്ല മുരിഞ്ഞ് കിടക്കണത്. ഇനി അടുത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് ബജി ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് ബജി. അടുത്തത് തമ്പരാട്ടിക്കുട്ടിയുടെ ഉരുളക്കിഴങ്ങ് ബജി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടി ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ മൂത്തതിന് ശേഷം 1 സ്പൂൺ കടുകിട്ടു, 1/4 സ്പൂൺ ഉഴുന്ന് പരിപ്പിട്ടു,
അതിന് ശേഷം ഒരു സവോള അരിഞ്ഞ് ഇട്ടു, 4 വെളുത്തുള്ളി ചതച്ചിട്ടു, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കുനുകുനൂന്ന് അരിഞ്ഞിട്ടു, 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടു, 2 അതിൽ കറിവേപ്പില ഇട്ടു. ഇനി ഇതിനിടയ്ക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി സ്മാഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഉള്ളിയും വെളുത്തുള്ളി എല്ലാം അത്യാവശ്യം വെന്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ടെർമറിക് പൗഡർ ഇട്ടു, 1/4 സ്പൂൺ കായപ്പൊടി ഇട്ടിട്ടുണ്ട്, അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ടു. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചച്ചുവ മാറിയതിന് ശേഷം സ്മാഷ് ചെയ്ത് ഉരുളക്കിഴങ്ങ് എടുത്ത് ഇങ്ങോട്ട് ഇട്ട്, എന്നിട്ട് ഉരുളക്കിഴങ്ങ് ഈ മിശ്രിതമായിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് ബാജിയുടെ കൺസിസ്റ്റൻസി കിട്ടും. അങ്ങനെ ബീഫ് റോസ്റ്റും ഉരുളക്കിഴങ്ങ് ബജിയും പൂരിയും റെഡിയായിരിക്കുന്നു. നിങ്ങൾക്ക് കാണാം ഈ ബാജി ഞാൻ ഇച്ചിരി ലൂസായിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. ഇവിടെ എൻ്റെ തമ്പുരാട്ടിക്കുട്ടിക്ക് ലൂസായിട്ടാണ് ഇഷ്ടം, എനിക്കും അത് തന്നെയാണ് താല്പര്യം. പൂരി ബാജിയും ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇറങ്ങിപ്പോകാനൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇച്ചിരി ലൂസായിട്ടുള്ള ബാജിയാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ലൂസായിട്ട് ബാജി വേണമെങ്കിൽ ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്ന കാര്യം പറഞ്ഞതല്ല, ആ ചൂടുവെള്ളത്തിൻ്റെ ആ സെക്ഷൻ എടുത്ത് മാറ്റി മതി, ചൂടുവെള്ളം ഒഴിക്കണ്ട. അങ്ങനെ ആകുമ്പോഴേക്കും ബാജി ഡ്രൈ ആയിട്ടുള്ള ബാജി കിട്ടും, പെർലൻ രീതിയിലുള്ള ബാജി കിട്ടും. നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൂസായിട്ടുള്ള ബാജി കിട്ടും. അങ്ങനെ പൂരിയും ബീഫ് റോസ്റ്റും ഉരുളക്കിഴങ്ങും ബാജിയും ആയിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.